ട്രാൻസ്ഫോമേഴ്സ് 1 ആ ഒരു മൂവി ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ആനിമേറ്റഡ് മൂവിയാണത്. കണ്ട് 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 മടുത്തൊരു സ്റ്റോറി ആയി പോയി ഈ സിനിമയുടെ. റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഒട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. കംപ്ലീറ്റ് ഈ സിനിമയിൽ കാണിക്കുന്ന എല്ലാ സീക്വൻസും ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ക്യാരക്ടറൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒപ്റ്റിമസ് പ്രൈം എന്ന ക്യാരക്ടറിന്റെ ലെവൽ നമുക്കറിയാലോ. ആ ഒരു ക്യാരക്ടറിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് കുറെ അടിപൊളി ഗൂസ് ബംസ് ആൻഡ് വാവ് മൊമെന്റ്സ് തരുന്നുണ്ട് ഈ സിനിമ. അതേപോലെ തന്നെ ബംബിൾ ബിയുടെ ക്യാരക്ടർ നമ്മളെ കുറച്ച് ചിരിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ലെവൽ കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് വെറുപ്പീരും ആവുന്നുണ്ട്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് കണക്കായിട്ട് തന്നെ തോന്നിയത്. മെഗട്രോൺ ഒപ്റ്റിമൈസ് പ്രൈമിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ആ ഒരു ക്യാരക്ടറിനെ കുറച്ച് ചേഞ്ച് വരും സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ. അതിൻ്റെയും റീസണും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ലേസി റൈറ്റിംഗ് ആണ് നമ്മൾ ഈ സിനിമയിൽ കംപ്ലീറ്റ്ലി കാണുന്നത്. ഡയറക്ഷൻ നന്നായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ്ലി ഒന്ന് കണ്ടിരിക്കാൻ പറ്റും. സ്ലോ മോഷൻ സീക്വൻസസ്, ആക്ഷൻ സീക്വൻസസ്, സെക്കൻഡ് ഹാഫിലെ അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ സീൻസ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. CGI വിഷ്വൽസ് എടുത്ത് പറയാനാണ് ഈ സിനിമയിൽ ഏറ്റവും മെയിൻ പോസിറ്റീവ്സ് ഈ രണ്ട് തന്നെയാണ്. ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആൻഡ് എക്സോട്ടിക് ആയിട്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി എടുത്തു വെച്ചിരിക്കുന്നത്. മ്യൂസിക് വളരെ നന്നായിരുന്നു, വെൽ പ്ലേസ്ഡ് ആയിരുന്നു. ഓവറോൾ ഫാൻസിന് സാറ്റിസ്ഫൈഡ് ആണുള്ള എല്ലാ സംഭവം ഈ സിനിമയിൽ കണ്ടു. അല്ലാത്തവർക്ക് ഒരു ആവറേജ് സിനിമ മാത്രമാണത്.